Okay, let's continue. So, നമുക്ക് 29 years കിട്ടി, 3 months കിട്ടി അല്ലേ? എവിടെ വരെ നോക്കിയപ്പോൾ 17th July 2010 വരെ നോക്കിയപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ 29 years കിട്ടി, സെക്കൻഡ് സ്റ്റെപ്പിൽ 3 months കിട്ടി അല്ലേ? 17 July 2010 വരെ കൺസിഡർ ചെയ്തപ്പോൾ. പക്ഷെ ആക്ച്വലി 17 July 2010 ആണോ എൻഡ് ഡേറ്റ്, അയാൾ ജോബ് ക്വിറ്റ് ചെയ്ത ഡേറ്റ്? അല്ല. വിച്ച് ഈസ് ദ ഡേറ്റ്, ആക്ച്വൽ ഡേറ്റ് ഏതാണ്? 18 July 2010. ഓക്കെ, 18 July 2010 കപിൽ ജോബ് ക്വിറ്റ് ചെയ്തത് അല്ലേ? സോ 17 July 2010 കഴിഞ്ഞ് എത്ര ദിവസം കൂടിയുണ്ട് 18 July 2010 ആവാൻ? 1 day left. Okay. അപ്പോ number of days from 18 July 2010 to എന്നുവെച്ചാൽ ഒരു ഡേ അല്ലേ അത്? 2007 കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ. അപ്പൊ ഒരു ഡേ കൂടി അങ്ങനെ അവിടെ വർക്ക് ചെയ്തു. മനസ്സിലായോ? അപ്പോ കപിൽ വർക്ക്ഡ് ആസ് എ ലോയർ ഫോർ 29 years. 29 years, 3 months and 1 day. ഇത്രയും നാള് അയാൾ അവിടെ ജോലി ചെയ്തു. 29 വർഷം 3 മാസം 1 ദിവസം. ഇതൊന്നും സെപ്പറേറ്റ് അല്ല കേട്ടോ, ഇത് എല്ലാം മൂന്നും കൂടെ ചേർന്നതാണ് ആൻസർ. മനസ്സിലായോ? സോ 18 April 1981 തൊട്ട് 18 July 2010 വരെ നോക്കുമ്പോൾ നമ്പർ ഓഫ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 29 വർഷം 3 മാസം 1 ദിവസം. 29 years, 3 months and 1 day. That is the answer. Okay അല്ലേ? If you have any doubt, you just check it with your date of birth. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ തന്നെ, എല്ലാവരും ക്ലാസ്സിൽ പ്രസന്റ് ആയതുകൊണ്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഏജ് ഇല്ലേ, ഏജ് ഇൻ ഇയേഴ്സ്, മന്ത്സ് ആൻഡ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലേ, ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലേ, ആ ഡേറ്റ് ഓഫ് ബർത്ത് തൊട്ട് 2021 April 26th വരെ എത്ര വർഷമായി, എത്ര വർഷം, എത്ര മാസം, എത്ര ഡേയ്സ് ആയി എന്ന് കണ്ടുപിടിക്കും. ഞാൻ ആക്ച്വലി ജനിച്ചിട്ട് 26 years 1 day ആയി. ഗ്രേസ് ജനിച്ചിട്ട് ഏകദേശം 11 ആണോ 10 ആണോ, 10 years 2 ഡേയോ അല്ലെങ്കിൽ 11 years 2 days ആയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബർത്ത്ഡേ വെച്ചിട്ട് നിങ്ങൾക്ക് മന്ത് കൂടെ വരും. ഞാനും ഗ്രേസും ഏപ്രിലിൽ ജനിച്ചത് കൊണ്ടാണ് മന്ത് പറയാത്തത്. നിങ്ങളപ്പോ വേറെ വേറെ മന്തിലല്ലേ ജനിച്ചത്, അതിനനുസരിച്ച് നമ്പർ ഓഫ് ഇയേഴ്സും നമ്പർ ഓഫ് മന്ത്സും നമ്പർ ഓഫ് ഡേയ്സും മാറും. ഓക്കെ, അത് ഇതേ മെത്തേഡിൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ ഡൗട്ട് കുറച്ച് ക്ലിയർ ആവും. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങളിപ്പോ നോക്കി എഴുതണ്ട, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇപ്പൊ സ്പേസ് വിട്ടാൽ മതി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പോർഷൻ, ദാറ്റ് ഈസ് what is it? Measurement of time in railways and airways. Measurement of time in railways and airways in page number 84. Okay, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ക്ലോക്ക് ഉണ്ടല്ലോ, അത് 1 to 12 വരെ ഉള്ളതല്ലേ? 1 മണി, 2 മണി, 3 മണി, രാവിലെ 1 മണി തൊട്ട് 12 മണിയാകുമ്പോൾ ഉച്ചയായി. ഉച്ചയ്ക്ക് ശേഷം 1 മണി, 2 മണി, 3 മണി, അങ്ങനെ തന്നെയല്ലേ? ചില 1 to 12 മാത്രമേ നമ്മുടെ ക്ലോക്കിലുള്ളൂ. പക്ഷെ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ചെല്ലുമ്പോൾ അവിടുത്തെ ക്ലോക്കിൽ 1 to 24 ഉണ്ടാവും ഇല്ലേ? നമ്മള് ഇപ്പം 9 മണി എന്നുള്ളത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പറയുമ്പോൾ 9 മണി എന്നുള്ളത് നമ്മൾ പറയണം, കറക്റ്റ് സ്പെസിഫൈ ചെയ്യണം. രാവിലെ 9 മണിയാണോ രാത്രി 9 മണിയാണോ എന്ന്, AM ആണോ PM ആണോ എന്നല്ലേ?
9 മണി എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ഏത് 9 മണിയാ? രാവിലെ 9 മണിയുണ്ട്, രാത്രി 9 മണിയുണ്ട്. AM ആണോ PM ആണോ നമുക്കത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. പക്ഷെ റെയിൽവേ ആൻഡ് എയർവേസ് ടൈമിൽ അങ്ങനത്തെ പ്രശ്നം വരില്ല. കാരണം അവിടെ AM PM ഒന്നും യൂസ് ചെയ്യുന്നില്ല. They use 24-hour format. Which format? 24-hour format. നമ്മുടെ 12-hour format ആണ്. ആക്ച്വലി ഒരു ഡേയിൽ എത്ര അവേഴ്സ് ഉണ്ടെന്നാ പറയാം? 24 hours ഉണ്ടെന്നല്ലേ പറയാം? യെസ്, അതേ മെത്തേഡ് അതേ തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ AM PM എന്നും പറഞ്ഞ് അവർക്ക് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മളിപ്പോ നമ്മുടെ ക്ലോക്കില് 12 മണിയായി. ഇപ്പൊ 12:15 ആയില്ലേ നമ്മുടെ ഇപ്പോഴത്തെ ടൈം. നമ്മുടെ ക്ലാസ് തീരുന്നത് കറക്റ്റ് 1 മണിക്കല്ലേ. ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് റെയിൽവേസിലെ എയർവേസിലെ 24-hour ഫോർമാറ്റ് ക്ലോക്ക് ആയിരുന്നെങ്കിൽ ഈ 1 മണി എന്നുള്ളതിന് ആക്ച്വലി 13 എന്ന് എഴുതിയനെ. ആഫ്റ്റർ 12:13 വരും. മനസ്സിലായോ? 1 മണി എന്ന് എഴുതുന്നത് 13 എന്ന് എഴുതിയ 13. ഇതാ ഞാൻ കാണിച്ചു തരാം. മിസ് ഇത് നോട്ട് ബുക്കിലൊക്കെ എഴുതണോ? വേണ്ട വേണ്ട, അത് ടെക്സ്റ്റിലുള്ള കാര്യമാണ്. ഞാൻ ജസ്റ്റ് ബുള്ളറ്റിൽ ആക്കിയെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ. ഞാൻ എഴുതണമെങ്കിൽ ലാസ്റ്റ് ഞാൻ പറയാട്ടോ. ഇപ്പൊ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന. ഇപ്പൊ നിങ്ങൾ എഴുതണ്ട, ഞാൻ എഴുതേണ്ട കാര്യങ്ങൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ക്യാൻ യു സീ എ ക്ലോക്ക് ഹിയർ? Yes. See, 1 2 3 4 5 6 7 8 9 10 11 12. After 12 13 14 15 16 17 18 19 20 up to 24 അല്ലേ? ഇതാണ് 24-hour ഫോർമാറ്റിന്റെ ഒരു ക്ലോക്ക്. ഇതാ ഈ 12 ഇല്ലേ, താഴത്തെ 12, അതെത്തുമ്പോ ആക്ച്വലി ഉച്ചയായി. നൂൺ ടൈം ആണ് അല്ലേ? ആഫ്റ്റർനൂൺ. ദെൻ ഈ 13 എന്ന് പറയുന്നത് നമ്മുടെ ഉച്ച 1 മണിയാണ്. 1 PM ആണ് അവരുടെ ഈ 13. അതുപോലെ 14 2 PM, 15 3 PM, 16 4 PM, 17 5 PM, 18 6 PM, 19 7 PM, 20 8 PM, 21 9 PM. രാത്രി 9 മണിക്ക് അവർ 21 പറയുള്ളൂ അല്ലേ? നമ്മൾ 9 PM എന്ന് മെൻഷൻ ചെയ്യണം. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഈ 24 എന്ന് പറയുന്നത് എന്താ? ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ 24 എന്താ? 12 PM. 12 PM എന്ന് വെച്ചാൽ നമ്മുടെ മിഡ് നൈറ്റ്, അർദ്ധരാത്രി അല്ലേ? മിഡ് നൈറ്റ്. ഈ 24 എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ആണ്. രാത്രി നിങ്ങൾ എല്ലാവരും നല്ല ഉറക്കത്തിലുള്ള സമയമില്ലേ? എല്ലാവരും ഉണ്ടോ അറിയില്ല. അതാണ് ഈ 24 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ 24-hour ഫോർമാറ്റിൽ നമ്മൾ AM PM ഒന്നും യൂസ് ചെയ്യില്ല. അത് ആഫ്റ്റർ 12 ആഫ്റ്റർനൂൺ ടൈം എങ്ങനെ കൗണ്ട് ചെയ്യുക? 13 14 15 16 17 18 19 20 21 22 23 അപ് ടു 24 വരെ നമ്മൾ ആഫ്റ്റർനൂൺ ടൈമിനെ
കൗണ്ട് ചെയ്യുന്നത് അല്ലേ, അല്ലെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ ചില ഒരു സെക്കൻഡ് കൂടെ. ഓക്കെ, ലിസൺ. നമ്മുടെ ഒരു ടൈം ഇപ്പം ഉച്ച വരെ 12 അവർ ഫോമാറ്റും 24 അവർ ഫോമാറ്റും സെയിം ആയിരിക്കും. 12 o'clock വരെ, 12 o'clock അല്ല 12:59 വരെ അല്ലേ. 12 കഴിഞ്ഞിട്ട് 59 സെക്കൻഡ് അല്ല, മിനിറ്റ് കൂടെ കഴിയുന്ന വരെ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് 1 മണിയല്ലേ റെയിൽവേ ടൈമിൽ, എത്രയാ 13. നമുക്ക് ഉച്ച 1 മണി, അവർക്ക് 13 o'clock, നമുക്ക് 1 o'clock PM അല്ലേ. ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമിനെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാല് 24 അവറിലായാലും 12ലും മാറ്റം വരുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം പറയുമ്പോഴാണ്. രാവിലെ നമുക്ക് കുഴപ്പമില്ല, 1 മണി 2 മണി, അതിരാവിലെ 1 മണിക്ക് 2 മണിക്ക് 3 മണിക്ക് ഉച്ച വരെ കുഴപ്പമില്ല അല്ലേ. ഉച്ചയ്ക്ക് ശേഷം വരുന്ന ടൈം വെച്ചാൽ ആഫ്റ്റർനൂൺ വരുന്ന ടൈംസിനെ നമുക്ക് 24 അവേഴ്സിൽ കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചോ. സിമ്പിൾ ആണ്. അതിന്റെ കൂടെ നമുക്ക് ജസ്റ്റ് 12 ആഡ് ചെയ്താൽ മതി. 1 o'clock 24 അവേഴ്സിൽ 13 എന്നാണ് മെൻഷൻ ചെയ്യുന്നത് അല്ലേ. 13 ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്. ചില നമ്മുടെ 1 പ്ലസ് 12 ചെയ്യുമ്പോൾ 24 അവർ ഫോർമാറ്റിൽ 13 ആയി അല്ലേ. 2 o'clock 24 അവർ ഫോർമാറ്റിൽ 14 എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. 2 + 12 14 അല്ലേ. യെസ്. ദെൻ 3 o'clock എത്രയായിട്ടായിരിക്കും അപ്പോൾ കൺസിഡർ ചെയ്യുന്നത്? 3 o'clock. 3 + 12. ഹന്ന, ഡു യു ഹാവ് എനി ഡൗട്ട്? അല്ല, ഫോൺ നേരെ വെക്കുന്നതാണോ? ഓക്കെ. അപ്പോ 3 o'clock എങ്ങനെയാ 24 അവർ ഫോർമാറ്റിൽ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുന്നത്? എങ്ങനെയാ മോനെ ആദിത്യൻ, എത്രയായിട്ടായിരിക്കും? 3 o'clock 3 PM ആഫ്റ്റർനൂണിൽ 3 o'clock, ഉച്ചയ്ക്ക് 3 മണിയിൽ. എങ്ങനെയാ 24 അവേഴ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവാം? അതിനോട് കൂടി 12 ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ 1 PM 13 ആയിട്ടാണ് കൗണ്ട് ചെയ്യുക അല്ലേ. എന്ന് പറഞ്ഞ എന്താ? 13 എന്ന് പറയുന്നത് എത്രയാ? 1 + 12 ആണ് അല്ലേ. സെയിം വേ 2 PM എത്രയായിട്ടാ? 14 അവേഴ്സ് ആയിട്ടാണ് കൗണ്ട് ചെയ്യുക. വെച്ചാല് നമ്മുടെ ടൈമിൽ നമുക്ക് ഉച്ചയ്ക്ക് 2 മണി എന്നുള്ളത് അതിനോട് കൂടി 12 ആഡ് ചെയ്താൽ മതി അല്ലേ. 14 കിട്ടില്ലേ നമുക്ക്? ഇനി നമ്മുടെ
3 PM നോക്കാം. 3 PM 24 hours ഫോമാറ്റിൽ 15 hours ആയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. ഈ 15 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ 12 hour ഫോമാറ്റിലെ 3 + 12 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 6 PM എന്നുവെച്ചാൽ വൈകുന്നേരം 6 മണിക്ക് അല്ലേ? സന്ധ്യ 6 മണീനെ നമ്മൾ എത്ര ഇതിലായിട്ട് 24 hour ഫോമാറ്റിൽ എന്ത് ചെയ്യണം? 6 + 12 ചെയ്താൽ എത്രയായിട്ടായിരിക്കും ചെയ്യുന്നുണ്ട്? അവര് കൗണ്ട് ചെയ്യുന്നുണ്ടാവും ഏത് അവർ ആയിട്ടായിരിക്കും? 6 + 12 18 hours ആയിട്ടാണ്, 18 hour ആയിട്ടാണ് കൗണ്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? യെസ്. നൗ ലെറ്റ്സ് സീ. ഇനി 7:30 നമ്മൾ സീരിയലൊക്കെ കാണുന്ന സമയമാണല്ലേ? 7:30 PM എങ്ങനെയായിരിക്കും 24 hours ഫോമാറ്റിൽ ചെയ്യുമ്പോൾ? 90 hours 30 minutes. ഓക്കെ, എങ്ങനെയാ ആ തന്നിരിക്കുന്ന 7:30 + 12 ചെയ്താൽ മതി അല്ലേ? ഈ 7.30 എന്നുള്ളതിന് കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. അത് 12.00 വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ആൻസർ 19.30 hours ആണ്. ഓക്കെ അല്ലേ? വേറൊന്ന് പറയാം. അതിലെ 5:46 PM 24 hours ഫോമാറ്റിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയായിരിക്കും വരിക ആൻസർ? എന്താ ചെയ്യേണ്ടത്? What we have to do to convert from our the 12-hour format to 24 hours format for afternoon time? എന്താ ചെയ്യണ്ടേ? See, ഇത് കണ്ടോ? To convert the time given in PM into hours, add 12 to it. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വരുന്ന ടൈമില്ലേ, 1 മണി തൊട്ടുള്ളത്, അതിനെ അവേഴ്സിലേക്ക് എന്ന് പറഞ്ഞാൽ 24 hour ഫോമാറ്റിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താ പറഞ്ഞേക്കുന്നേ? ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കി വായിച്ചേ. Can you see the screen? Yes. ഞാനത് റെഡിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ അണ്ടർലൈനും ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് റീഡ് ദ സെന്റൻസ്. To convert the time given in PM into hours. Add 12 to it. ഓക്കെ, ഇതെന്താ പറയുന്നത് വെച്ചാല്, ഇപ്പോ ആഫ്റ്റർനൂൺ വരുന്ന ടൈമില്ലേ, PM നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ടൈമില്ലേ എന്ന് വെച്ചാൽ 1 PM തൊട്ടുള്ളത്, ആ ടൈമിനെ അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനോടുകൂടി എന്ത് ആഡ് ചെയ്യണം, എന്ത് കൂട്ടണം, എന്ത് ആഡ് ചെയ്യണം, അഡീഷൻ ചെയ്യണം? ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ആഡ് ചെയ്യാൻ പറഞ്ഞത്?
പറഞ്ഞോ. ഈ സെന്റൻസ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നീ വായിച്ചത് എന്താണ് വെച്ചാല്, ടു കൺവേർട്ട് ദ ടൈം ഗിവൺ ഇൻ പി എം എന്നുവെച്ചാല് പി എമ്മിൽ തന്നിരിക്കുന്ന സമയത്തെ അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആഡ് 12 ടു ഇറ്റ്, അതിനോട് കൂടി 12 കൂട്ടണം അല്ലെങ്കിൽ ആഡ് ചെയ്യണം. സോ നമുക്കിപ്പോ ഒരു പി എമ്മിൽ ഒരു ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവേഴ്സിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? അതിന്റെ കൂടെ തന്നിരിക്കുന്ന ടൈമിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? What we have to add? 12. Yes, 12 ആഡ് ചെയ്താൽ മതി. സോ നോക്ക്, നിനക്ക് പി എമ്മിൽ തന്നിരിക്കുന്ന ടൈം ഏതാ? തന്നിരിക്കുന്ന ടൈം ഏത്? 5:46. അത് പി എമ്മിലല്ല തന്നിരിക്കുന്നത്, എ എമ്മിലല്ല. എ എമ്മിൽ ആണെങ്കിൽ നമുക്കത് നോക്കുകയേ വേണ്ട. പി എമ്മിൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കൺവേർഷന്റെ ആവശ്യമുള്ളൂ, അല്ലേ? യെസ്. ഇപ്പൊ 5:46 എന്ന് പറഞ്ഞാൽ 5:30, വൈകുന്നേരം 5:30 അല്ല, 5:45 കഴിഞ്ഞ് 1 മിനിറ്റും കൂടെ കഴിഞ്ഞു, അല്ലേ? 5:46, 5:46 ഇൻ ദി ഈവനിങ്, അല്ലേ? തന്നിരിക്കുന്ന സമയം അതല്ലേ? അപ്പൊ ഇത് നമ്മുടെ ക്ലോക്കിലുള്ളത്. ഇത് റെയിൽവേ ക്ലോക്കില, റെയിൽവേയിലെ അല്ലെങ്കിൽ എയർവേസിലുള്ള ക്ലോക്ക്, അവിടെ യൂസ് ചെയ്യുന്ന ക്ലോക്കിലായിരുന്നെങ്കിൽ ഇതിപ്പോ എന്താ കാണിക്കണ്ട? എന്താ കാണാം? ആ ക്ലോക്കിൽ എങ്ങനെ കാണാം? അതെന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് കാണാൻ വേണ്ടിട്ട് എന്ത് ആഡ് ചെയ്യണം എന്നാ പറഞ്ഞേ? 12 add ചെയ്യണം. യെസ്. എന്ന് പറഞ്ഞാ ഈ തന്നിരിക്കുന്ന 5:46 കൂടി 12 ആഡ് ചെയ്യണം. 12ന് നമുക്ക് 12.00 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, 12 മണിക്കൂർ, 12 hours കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 5.46 പ്ലസ് 12 എന്ന് പറയുമ്പോ എത്രയാണ് ആൻസർ നമുക്ക് കിട്ടുക? ആഡ് ചെയ്ത് പറഞ്ഞേ, കൂട്ടിയിട്ട് പറഞ്ഞേ. ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതാ ഇവിടെ 0.46 കഴിഞ്ഞ് ഇവിടെ 0.00 ആയതുകൊണ്ട് വേറൊന്നും ചെയ്യണ്ട. ഈ പോയിന്റിന് ശേഷം ഇവിടെ തന്നിരിക്കുന്ന അതേ വാല്യൂ തന്നെ ആയിരിക്കും. പിന്നെ വ്യത്യാസം വരിക ഈ പോയിന്റിന് മുമ്പുള്ളതിനോട് 12 കൂട്ടി എഴുതുമ്പോഴാണ് ചേഞ്ച് വരാനുള്ളത്. അപ്പൊ എന്തായിരിക്കും ആൻസർ? അതിൽ പറഞ്ഞേ. ബാക്കി എല്ലാവർക്കും ആൻസർ കിട്ടിയോ? കിട്ടിയെന്ന് തോന്നുന്നു എല്ലാവരുടെ മുഖം കണ്ടിട്ട്. ഓക്കെ, വേഗം പറഞ്ഞേ. മനസ്സിലായല്ലോ മോനെ? ഒന്നുകൂടെ പറഞ്ഞേ. ഈ 5.46 എന്നുവെച്ചാ 5:46 പ്ലസ് 12 എത്ര കിട്ടുന്നെന്ന് പറഞ്ഞാൽ മതി. 12:46 12:46 അല്ല, ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇതാ ഞാൻ കാണിച്ചു തരാം താഴെ. 5:46 ആണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ? അതിന്റെ കൂടെ നമ്മൾ കൂട്ടാൻ പോവാ ഏത്? 12. കണ്ടോ? നമ്മുടെ ആൻസർ എത്രയാ? ഇനി നീ കൂട്ടി പറഞ്ഞേ. ഇതാ നോക്ക്, ഈ 46ന് ശേഷം ഇവിടെ 00 അല്ലേ? 6ന്റെ താഴെ 0 അല്ലേ? അത് നമ്മൾ 6 നേരെ താഴെ നോക്കട്ടെ. 17 അല്ല, 17 പോയിന്റ് എന്ന് നീ പറയണ്ട, 17:46 എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ടൈമിൽ പോയിന്റ് എങ്ങനെ മെൻഷൻ ചെയ്യാറില്ലല്ലോ. 17:46 hours ആണ്, അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയോ ഇത്? യെസ്. ഇപ്പോ 5:46 PM നമ്മുടെ വൈകിട്ട് 5:45 റെയിൽവേയിൽ നമ്മൾ പോയ ക്ലോക്കിൽ നോക്കുമ്പോ അവിടെ കാണാം 17.46 എന്നായിരിക്കും, അല്ലേ? എന്ത് പറ്റി ജോസി?
അമ്മ തല്ലിയോ? ഓക്കെ അല്ലേ? ഓക്കെ, ഒരെണ്ണം കൂടെ ഞാൻ പറയാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരുന്നു? അപ്പം ഇതാർക്കെല്ലാം ഡൗട്ട് ഉണ്ടോ? ആദിത്യൻ, ജോസി, ഹന്ന, അതുൽ, ഏഞ്ചൽ, ഏബൽ ബിനോയ്, മുഹമ്മദ്, എല്ലാവർക്കും ഓക്കെ ആണ് അല്ലേ? ഓക്കെ, ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം. ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വാല്യൂസ് കൂടെ ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾ അതൊന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കണം. എന്നുവെച്ചാൽ PM അവേഴ്സിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. യെസ്. ഇനി ഫൈൻഡിങ് ദ ടൈം ഇന്റർവൽ. ടൈം ഇന്റർവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടൈം ഡ്യൂറേഷൻ പോലെ തന്നെയാണ് ഇന്റർവെൽ. പക്ഷെ ഈ ടൈം ഡ്യൂറേഷൻ അല്ലെ, ഈ ഡ്യൂറേഷൻ നമ്മൾ നേരത്തെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഇയേഴ്സും മന്ത്സും ഡേയ്സും വന്നല്ലേ. ഈ ഇന്റർവെൽ നമ്മൾ ഇത്ര സമയം, എത്ര ഡ്യൂറേഷൻ എന്ന് പറയില്ലേ സമയത്തിന്റെ കാര്യത്തില്, മീൻസ് ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ. ചില 9 മണി തൊട്ട് 12 മണി വരെ എത്ര എത്ര 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട് അല്ലേ? 3 hours ഇന്റർവെൽ ഉണ്ട് അല്ലേ? 3 hours ഡ്യൂറേഷൻ. ആ ജോസി, നീ പാടുന്ന പാട്ടൊന്ന് ഉറക്കെ പാടുവോ? വി ക്യാൻ ഓൾസോ ഹിയർ. പാട്ടും പാടി ക്ലാസ്സിലിരിക്കുക. അല്ല പിന്നെ അല്ല, ഞാന് മിസ് ഇപ്പൊ പറഞ്ഞത് 9 മണി തൊട്ട് 12 മണി വരെ 3 ഹവേഴ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. 9 o'clock കഴിഞ്ഞാൽ 10 o'clock ആയി. ആഫ്റ്റർ ദാറ്റ് 11 o'clock ആയി. ദെൻ 12 o'clock. അങ്ങനെ 3 hours അല്ലേ ഡ്യൂറേഷൻ ഇന്റർവെൽ വരുന്നത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ഉണ്ട് പേജ് നമ്പർ 84. ഫൈൻഡ് ദ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ 9 AM and 4 PM. ഓക്കെ, അതിനു മുമ്പ് ഞാൻ വേണേ ചെറുതിൽ ചെയ്യാം. ഇപ്പൊ ഓക്കെ, അത്രയും വലുത് വേണ്ട, അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചോദിക്കാം. നയൻ AM തൊട്ട് 11 AM വരെയുള്ള ടൈം ഇന്റർവെൽ എത്രയായിരിക്കും? ഇറ്റ്സ് എ വെരി സിമ്പിൾ വൺ. എത്ര അവേഴ്സ് ഉണ്ട്? ഇത് ഇവർ തമ്മിലുള്ള എത്ര ഡിഫറൻസ്, എത്ര അവേഴ്സ് ഇന്റർവെൽ, എത്ര ഡ്യൂറേഷൻ അല്ല എത്ര ടൈം ഇന്റർവെൽ പറ. പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. അത് നോക്കാൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്ലോക്കിൽ നോക്കുമ്പോൾ 9 മണി നമ്മൾ കൺസിഡർ ചെയ്യാം. ക്ലോക്കില് സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്ക് അല്ലേ? ആഫ്റ്റർ 9 കഴിഞ്ഞിട്ട് ഏതാ? 10 o'clock അല്ലേ? 9 കഴിഞ്ഞ് 10 o'clock വരും. 9 കഴിഞ്ഞ് 10 ആവുന്നതിന് 1 hour കഴിഞ്ഞിട്ടല്ലേ, അല്ലെ 60 minutes കഴിഞ്ഞിട്ടല്ലേ 10 ആവുക? 1 hour. 9 to 10 1 hourന്റെ ടൈം ഇന്റർവെൽ ഉണ്ട് ഇല്ലേ?
Where are you looking at, all of you? All stand up. All stand up. Hands up. Hands down. Sit down. Okay. നമ്മൾ രാവിലെ 9 മണിയായി ഇല്ലേ? 9 മണിക്ക് നമ്മൾ ക്ലോക്കിൽ നോക്കി. അപ്പൊ 9 മണി കഴിഞ്ഞ് 10 മണിയായപ്പോ വീണ്ടും നിങ്ങൾ പോയി ക്ലോക്കിൽ നോക്കി, 10 o'clock ആയപ്പോ. അപ്പൊ അത് കറക്റ്റ് 1 hour കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ക്ലോക്കിൽ പോയി നോക്കിയത്? 9 കഴിഞ്ഞ് 10 ആയപ്പോഴത്തേനും എത്ര? 60 minutes അല്ലെങ്കിൽ 1 hour കഴിഞ്ഞു അല്ലേ? പിന്നെ 10 കഴിഞ്ഞിട്ടല്ലേ 11 വന്നത്? 11 ആവുമ്പത്തേന് again 1 hour കൂടെ കഴിഞ്ഞു ഇല്ലേ? 9 to 10 1 hour ആയി, 10 to 11 1 hour ആയി. അപ്പൊ 9 to 11 2 hours കഴിഞ്ഞു. രണ്ടും AM ലാണ്, എന്ന് വെച്ചാൽ രണ്ടും രാവിലെയാണ്. 9 കഴിഞ്ഞ് 10 ആവുമ്പോ 1 hour കഴിഞ്ഞു. 11 ആയപ്പോഴത്തേനും again 1 hour കഴിഞ്ഞു. സോ ടോട്ടൽ അവിടെയുള്ള ടൈം ഇന്റർവൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 2 hours ആണ് അല്ലേ? മനസ്സിലായോ? ഓക്കെ. ഇനി 9 കഴിഞ്ഞ് 11 പകരം 12 ആയിരുന്നെങ്കിൽ എത്ര hours ആയിരുന്നു? എത്ര hours? 3 hours. യെസ്, 3 hours ആവും. നിങ്ങൾക്ക് നോർമലി എക്സാം എത്ര മണിക്കൂറാ വരാ? 1.5 hours, 2 hours അല്ലേ? 10 to 12 അല്ലേ വരാ? മേ ബി അല്ലെ? 10 to 12 ഒക്കെ അല്ലേ വരാ? അപ്പൊ എത്ര hours ആ നിങ്ങളുടെ എക്സാമിന്റെ ടൈം ഇന്റർവൽ എന്ന് പറയുന്നത്? എത്രയാ? എത്ര hours ആ? മെയിൻ ഒരു സെമസ്റ്റർ എക്സാം കൺസിഡർ ചെയ്യാം. പീരിയോഡിക് അല്ല, പീരിയോഡിക് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. സെമസ്റ്റർ എക്സാം ഇപ്പൊ 10 to 12 നിങ്ങൾക്ക് ഇപ്പൊ ഒരു എക്സാം നടത്താണ്. രാവിലെ 10 മണിക്ക് നിങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ 12 o'clock ആവുമ്പോ ബെല്ല് റിങ് ചെയ്യും. അപ്പം ആ ടൈം ഇന്റർവൽ എത്രയാ? രാവിലെ 10 o'clock നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്തു. സോറി, ഇവിടെ ചെറിയൊരു ചേഞ്ച് കൂടെ വരുത്താനുണ്ട്. 12 PM ആയപ്പോഴത്തേനും ബെല്ല് റിങ് ചെയ്തു. അപ്പൊ നിങ്ങൾ എത്ര ടൈം എക്സാം എഴുതി? ആ ടൈം ഇന്റർവൽ എത്രയാ? ആ ഡ്യൂറേഷൻ എത്രയാ? 2 hours അല്ലേ? 2 hours നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റി അല്ലേ? ജോസിക്ക് മനസ്സിലാവുന്നില്ലേ? നീ ഇപ്പൊ 10 o'clock എക്സാം എഴുതാൻ കയറി അല്ലേ? 10 കഴിഞ്ഞ് 12 ആയപ്പോഴത്തേനും ബെല്ല് റിങ് ചെയ്തു. ഉച്ചയ്ക്ക് 12 മണിയായപ്പോ ബെല്ല് റിങ് ചെയ്തു. അപ്പൊ നീ എത്ര ടൈം എക്സാം എഴുതി? 10 കഴിഞ്ഞാൽ എത്രയാ? 11 അല്ലേ? 11 അല്ലേ? എത്ര അവർ ആയി? 10 to 11 എത്ര ടൈം ഇന്റർവൽ? 10 to 11 Hours. 10 to 11 എത്രയാ ടൈം ഇന്റർവെല്? എത്ര അവർ? 1 hour. 1 hour. 11 to 12 1 hour. അപ്പോ 10 to 12 10 to 12 2 hour. 2 hour. സിമ്പിൾ അല്ലേ? നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഞാൻ ആ തന്ന ഡേറ്റ മാറ്റിയെന്നേ ഉള്ളൂ. അപ്പൊ മിസ്റ്റർ PM വരുമ്പോ അതങ്ങനെ എഴുതുന്നത് മനസ്സിലായില്ല. PM എന്ന് AM പറയാ, PM. ഓക്കെ. ഈ 12 AM എന്ന് പറയുന്ന മിഡ് നൈറ്റ് അല്ലേ? ഉച്ചനെ നമ്മൾ PM, ഈ 12 ഉച്ചയ്ക്ക് തൊട്ടുള്ള 12 മണിയല്ലേ നമ്മൾ അത് PM ആയിട്ടല്ലേ എഴുതാ? ഇപ്പൊ 12:43 PM എന്നാണ് ഇപ്പം നിങ്ങളുടെ ഫോണിൽ നോക്കിയാൽ കാണാം. PM നല്ല ഉണ്ടാവും. യെസ്. അപ്പോ ഉച്ചയ്ക്ക് 12 തൊട്ട് അത് PM ആയിട്ടാണ് നമ്മുടെ ക്ലോക്കിൽ നമ്മൾ മെൻഷൻ ചെയ്യുക. അത് 12 AM ആണെങ്കിൽ അത് മിഡ് നൈറ്റ് ആണ്, അർദ്ധരാത്രി. നമ്മൾക്ക് പൊതുവെ മിഡ് നൈറ്റ് ആയിട്ട് ഒരു കാര്യമില്ല അല്ലെ? ജസ്റ്റ് പഠിക്കുമ്പോൾ ഉള്ളത് നമ്മൾ ആ സമയത്തൊന്നും ഉണർന്നിരിക്കാറില്ലല്ലോ അല്ലേ? അപ്പൊ ആ PM എന്നുള്ളത് മാറിയില്ലേ? ഞാനിപ്പോ AM ആ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ അവേഴ്സ് പോയെന്ന് വെച്ചാല് ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ ഇൻ കേസ് ഞാൻ PM പകരം ഒരു സെക്കൻഡ് ഞാൻ റിമൂവ് ചെയ്യാം.
ഓക്കെ, ഇപ്പൊ AM തന്നെയാ ഞാൻ തന്നിരുന്നെങ്കിൽ വിചാരിച്ചോ വെച്ചാല് രാവിലെ 10 മണി തൊട്ട് രാത്രി 12 മണി വരെ എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ AM ഉം PM ഉം മൈൻഡിൽ ഉണ്ടാവണം. ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ കാര്യം എയർവേസ് റെയിൽവേസ് ടൈം ആണെങ്കിലും നമ്മുടെ ക്ലോക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അത് പറയുന്നത് അല്ലേ. അപ്പൊ AM ഉം PM ഉം തമ്മിലുള്ള ഐഡിയ മാറിപ്പോരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഓക്കെ, 10 AM തൊട്ട് 12 AM വരെ എത്ര ടൈം ഇന്റർവെൽ നോക്കാൻ വേണ്ടിയിട്ട് 10 AM നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 10 to 11 1 hour അല്ലേ. 11, 12, 13, 14 നമ്മള് 14 വേണ്ട, 13, 14 വേണ്ട, അത് നമ്മുടെ റെയിൽവേ ടൈമിലെ നമുക്ക് നോർമൽ ടൈമിൽ വെച്ച് നോക്കാം. ഇപ്പൊ 10 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, 11, 12 ഇല്ലേ. നമ്മുടെ നോർമൽ ക്ലോക്കിൽ വെച്ച് 12 ആകുമ്പോഴത്തേനും ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ 1 മണി, 2 മണി, 3, 4, 5, 6, 7, 8. ഇപ്പൊ എത്ര അവേഴ്സ് ആയി? 10 hours അല്ലേ. 8 ആയപ്പോഴത്തേനും 10 hours ആയി. Then 9, 10, 11, 12. 10 plus 4 കൂടെ വന്നു, 14 hours. 10 AM തൊട്ട് 12 AM വരെ എത്ര? 14 hours-ന്റെ ടൈം ഇന്റർവൽ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് 2 minutes ഉള്ളൂ. അതിനുള്ളിൽ നിങ്ങൾക്ക് പുതിയ പോർഷൻ ഞാൻ പഠിപ്പിക്കാൻ നിന്നാൽ ഇറ്റ്സ് ഓക്കെ. ഞാൻ കുറച്ച് ഡേറ്റ തരാം, അത് നിങ്ങൾ കൺവേർട്ട് ചെയ്യട്ടോ. ഞാൻ അത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇപ്പൊ എഴുതി തരാൻ നിന്നാൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റത്തില്ല, 2 minutes അല്ലേ ഉള്ളൂ. എന്നുവെച്ചാൽ ഞാൻ PM കുറച്ച് ടൈം തരും, അത് നിങ്ങൾ 24 hour ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് വല്ലതും ഉണ്ടോ? ഇനിയില്ല മിസ്സേ. 12:15 1 മണിക്കും അല്ല 11:30 12:15 2 ക്ലാസ് വീതം. അന്ന് 11:30 മാത്സ്, 12:15 സോഷ്യല്. ഓക്കെ ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാനത് തരുന്നില്ല, ഗ്രൂപ്പിൽ സെപ്പറേറ്റ് ആയിട്ട് തരുന്നില്ല. എക്സസൈസ് 4.2-ല് B ഉണ്ട്, കൺവേർട്ട് ഇൻ ടു റെയിൽവേ ടൈം എന്ന് പറഞ്ഞിട്ട്. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 85 in exercise 4.2, the convert into railway time, the B question. കണ്ടോ everybody? എല്ലാരും കണ്ടോ? Did you all of you see that? Yes. Convert into, നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്, പേജ് നമ്പർ 85-ല് എക്സസൈസ് 4.2-ല് B. അത് നിങ്ങൾ നോട്ടിലേക്ക് മാറ്റിക്കും. ഞാൻ കുറച്ച് ഡേറ്റ തരും, അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയതിന് ശേഷം വേണം ഇത് എഴുതാൻ കേട്ടോ. ഓക്കെ, എന്തോ